സുഗന്ധവ്യഞ്ജനത്തിന് പേരുകേട്ട സ്ഥലമാണ് ഇന്ത്യ. വർഷങ്ങളായുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാര ബന്ധമാണ് ഇന്ത്യക്ക് പല രാജ്യങ്ങളുമായുള്ളത്. ഇടുക്കിയിൽ പ്രധാന സുഗന്ധവ്യഞ്ജനങ്ങളായ ഏലക്ക, കുരുമുളക് തുടങ്ങിയവയുടെ പ്രധാന അന്താരാഷ്ട്ര വിപണി ഗൾഫ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽ അടക്കമുള്ള ഉപ ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പുതിയ തീരുവ നയം സുഗന്ധവ്യഞ്ജന വിലയെ സ്വാധീനിക്കുന്നില്ലെങ്കിലും ഉപ ഉൽപ്പന്നങ്ങളുടെ വിപണി നഷ്ടമുണ്ടാക്കും. ഇത് ഭാവിയിൽ പ്രതിസന്ധിക്കിടയാകും. യുഎസിന്റെ അധിക തീരുവ സുഗന്ധദ്രവ്യങ്ങളെ വളരെ കനത്ത തോതിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇടുക്കിയിലെ പ്രധാന വിളകളായ ഏലത്തെയും കുരുമുളകിനെയും സംബന്ധിച്ചിടത്തോളം ഏലം വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ യുഎസിലേക്ക് കയറ്റുമതി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഏലത്തിന്റെ വിലയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ അത് ബാധിക്കുവാൻ ഒരു സാധ്യത കാണുന്നില്ല. കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം കുരുമുളക് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര ആവശ്യങ്ങൾക്ക് പോലുമുള്ള കുരുമുളക് നിലവിൽ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നമുക്ക് കുരുമുളകിലും ഒരു തരത്തിലുള്ള വിലത്തരത്തിലും ഒരു സാധ്യത കാണുന്നില്ല. എന്നാൽ സത്തെടുക്കുന്ന നിർമ്മാതാക്കൾ, അതായത് ഏലത്തിന്റെയും കുരുമുളകിന്റെ എല്ലാം സത്ത് നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയറ്റുമതിയുടെ ഭൂരിഭാഗവും അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമാണ്. അപ്പോൾ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ അത് ദീർഘകാലം ഈ തീരുവ നിലനിന്നാൽ അത് കയറ്റുമതിയെയും വിലയെയും ബാധിക്കുവാൻ സാധ്യതയുണ്ട്. യുകെയുമായുള്ള പുതിയ വ്യാപാര കരാറിലൂടെ ഈ നഷ്ടം നികത്താനാവുമെന്നും കൂടുതൽ നേട്ടമുണ്ടാക്കാനാവുമെന്നുമാണ് പ്രതീക്ഷ. ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് മറ്റ് യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ജർമ്മനി, ഫ്രാൻസ് ഇവിടങ്ങളിലൊക്കെ ഈ കയറ്റുമതി കൂട്ടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊരു ശ്രദ്ധ ഉണ്ടാവാൻ പ്രത്യേക റിക്വസ്റ്റ് സ്പൈസസ് ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. പ്രത്യേകിച്ച് സെസ് വേവർ പോലെയുള്ള അല്ലെങ്കിൽ കോസ്റ്റ് റിഡക്ഷൻ പോലെയുള്ള മറ്റ് സ്കീംസ്, പ്രൊക്യൂർമെന്റിലുള്ള സ്കീംസ് ഒക്കെ നൽകിക്കൊണ്ട് ഈ അധിക ഭാരം എക്സ്പോർട്ടേഴ്സിനെ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഗവൺമെന്റിനോട് ഒരു നിർദ്ദേശം വെക്കാൻ കൂടി സ്പൈസസ് ബോർഡ് ആഗ്രഹിക്കുന്നുണ്ട്. വിപണിയിൽ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ കർഷകർക്കായി പാക്കേജുകൾ ആവിഷ്കരിക്കണമെന്ന ആവശ്യമുയരുന്നുണ്ട്. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.